നമസ്കാരം. ചോദ്യ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2025 വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ ഉദ്ദേശിച്ച പോലെ തന്നെ വിജയം കൈവരിക്കുന്നത് വഴി തൃപ്തിയായിട്ടുള്ള വിദ്യാലയത്തിൽ ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശനം ലഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. നേർന്നു കിടപ്പുള്ള വഴിപാടുകളൊക്കെ ചെയ്തു തീർക്കുവാൻ തീർത്തും അവിചാരിതമായിട്ട് വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും സാധ്യതയുണ്ട്. വർഷങ്ങളായിട്ട് അന്യനാട്ടിലോ വികസിത രാഷ്ട്രത്തിലോ താമസിക്കുന്ന പലർക്കും ജന്മനാട്ടിൽ ഓണാഘോഷത്തിന് വന്നു ചേരുവാനോ ഡിസംബർ മാസത്തിൽ അവധിയെടുത്ത് വന്നു ചേർന്ന് കുറച്ചധികം ദിവസങ്ങൾ ജന്മനാട്ടിൽ ചെലവഴിക്കാനോ സാധ്യത കാണുന്നതുമുണ്ട്. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് മെയ് മാസത്തിന് ശേഷം ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ അവസരം വന്നു ചേരും. മംഗളകർമ്മങ്ങളിലും വരുന്ന സൽക്കാരത്തിലും പങ്കെടുക്കുന്നതിന്റെ വെളിച്ചത്തിൽ ഉന്നതരെ പരിചയപ്പെടുക മാത്രമല്ല, തൊഴിൽ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ കാണുന്നത് വഴി അവരുടെ അനുഭവജ്ഞാനം നേടുവാനും അവരുടെ പ്രവൃത്തി പരിചയം ഭാവിയിലേക്ക് സ്വന്തം കർമ്മമണ്ഡലത്തിൽ അനുവർത്തിക്കുവാനും തീരുമാനിക്കുവാൻ ഇടയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലയിൽ 2024 സ്വല്പം നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിരുന്നു. എന്നാൽ അതിൻ്റെ എല്ലാ പോരായ്മകളും തീർത്ത് ഇൻഷുറൻസ് പരിരക്ഷകളോടുകൂടി ഈ കൃഷി രീതികൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഓഗസ്റ്റ് മാസം മുതൽ അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുവാനും ഡിസംബർ മാസത്തിനുള്ളിൽ തന്നെ നല്ല നിലയിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിനും യോഗമുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ 2024 മെയ് മാസം മുതൽ ഉണ്ടായിട്ടുണ്ട്. ഈ വർഷവും പ്രാരംഭത്തിൽ ആദ്യത്തെ പകുതിയിൽ ഈ ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ചുകൊണ്ടും അതിജീവിച്ചും കൊണ്ടും അനുവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. 6 മാസത്തേക്ക് അല്ലെങ്കിൽ ആദ്യത്തെ 6 മാസം ശമ്പളം കൊടുക്കാൻ സാധിക്കുകയില്ല അല്ലെങ്കിൽ വാടക കൊടുക്കാൻ സാധിക്കുകയില്ല എങ്കിൽ ലഭിച്ച വിലയ്ക്ക് വിൽക്കുവാൻ തീരുമാനിക്കുവാനും ചിലർക്ക് യോഗമുണ്ട്. എന്നാൽ ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം വന്നു ചേരുന്നത് വഴി ഏത് പ്രകാരത്തിലും നിലനിർത്താനുള്ള ഒരു ജ്വരം അനുവർത്തിക്കുന്നത് മെയ് മാസത്തിന് ശേഷം അതിൽ നിന്നും അഭൂതപൂർവമായിട്ടുള്ള വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പല പ്രകാരത്തിലും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ വന്നു ചേരുന്നതിന്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ വർഷത്തിലും കുറെ ചികിത്സകളൊക്കെ നോക്കി. എന്നാൽ ഇതരമായിട്ടുള്ള ഒരു ചികിത്സാ രീതി എന്നുള്ള നിലയിൽ മറ്റ് പ്രകൃതിദത്തമായിട്ടുള്ള ഔഷധ രീതികളോ ആയുർവേദ ചികിത്സയും യോഗയും പ്രാണായാമം ഒക്കെ അനുവർത്തിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ഏറെക്കുറെ അസുഖത്തിനെ മാനിച്ചുകൊണ്ട് അസുഖത്തിനെ കൊണ്ടു നടന്നുകൊണ്ട് സ്വന്തം ജീവിതവൃത്തി അനുവർത്തിക്കാൻ അല്ലെങ്കിൽ ജീവിതവൃത്തി ജോലി തുടരുവാനുള്ള അവസരം ഉണ്ടാകുവാൻ ഇടയുണ്ട്. വരവും ചെലവും തുല്യമായിരിക്കുന്നതിനാൽ സാമ്പത്തികമായിട്ടുള്ള വിഭാഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മാർച്ച് മാസം വരെ ഒരുപക്ഷെ കർമ്മമണ്ഡലങ്ങളിൽ പല കാര്യങ്ങളും അവലംബിക്കുന്നുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള ദിശാബോധത്തോടുകൂടി അല്ലാത്തത് കൊണ്ട് വിദഗ്ധമായുള്ള ഉപദേശം സ്വീകരിച്ചുകൊണ്ട് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവസരം ഉണ്ടാവുകയും ഏപ്രിൽ മാസം മുതൽ 1-ാം തീയതി മുതൽ അത് അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ജൂൺ മാസം മുതൽ അതിൽ നിന്നൊരു വളരെ നേട്ടം ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിക്ക് അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഈ വർഷം ഒടുവിൽ പൂർത്തീകരിക്കുന്ന കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ രേഖാപരമായിട്ട് പിന്നെയും 3 മാസം സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് 2026 മാർച്ച് 31 തീരുകയുള്ളൂ എന്ന ധാരണയോടുകൂടി തന്നെ കരാർ ജോലികൾ ഏറ്റെടുക്കുന്നത് ഗുണകരമായി തീരും. തൊഴിൽ മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ മേലധികാരി ഏൽപ്പിച്ചതായ കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ ചെയ്തു തീർക്കുന്നതിന്റെ വെളിച്ചത്തിൽ സ്ഥാപനത്തിന്റെ ഒരു വിഭാഗത്തിന്റെ പൂർണ്ണമായുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഒരുപക്ഷെ ഒരു 3-4 സംസ്ഥാനങ്ങളുടെ ചുമതലകൾ ഏറ്റെടുക്കുന്നതിന്റെ വെളിച്ചത്തിൽ ധാരാളം യാത്രകൾ വേണ്ടി വരുവാനും സാധ്യതയുണ്ട്. ജീവിത നിലവാരം വർദ്ധിക്കുന്നതിന്റെ വെളിച്ചത്തിൽ നിക്ഷേപം എന്ന നിലയിൽ ഭൂമിയോ ഗൃഹമോ വാങ്ങുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഒരുപക്ഷെ ഓഗസ്റ്റ് മാസത്തിന് ശേഷം പണി ചെയ്തു വരുന്ന ഗ്രഹം
2 വർഷം അല്ലെങ്കിൽ 3 വർഷം സ്വീകരിക്കേണ്ടി വരും. എന്നിരുന്നാൽ പോലും ഏറ്റവും വിസ്തൃതിയുള്ള ഒരു ഗൃഹം വാങ്ങിക്കുക, ഗൃഹസമുച്ചയത്തിലെ ഗൃഹം വാങ്ങിക്കുക എന്ന സങ്കല്പത്തോടുകൂടി പല ഗൃഹങ്ങളും അതിലുള്ള ഇത് പലതും കാണുമെങ്കിൽ പോലും വാസ്തുശാസ്ത്രജ്ഞന്റെ നിർദ്ദേശപ്രകാരം തൃപ്തിയായുള്ള ഗൃഹത്തിന് പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനും സാധ്യതയുണ്ട്. പലപ്പോഴും പ്രായോഗിക വശം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ശാസ്ത്രീയ വശങ്ങളൊക്കെ ശരിയാണെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഇല്ലാത്ത കർമ്മമണ്ഡലങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വിദേശത്ത് താമസിക്കുന്ന മക്കൾക്കും പുത്രപൗത്രാദികൾക്കൊക്കെ തന്നെ ജോലിയിൽ ഏറ്റവും സുരക്ഷിതത്വമുള്ള ജോലി ലഭിക്കുന്നതിന് സാധ്യതയുള്ളത് കൊണ്ട് ജൂലൈ മുതൽ വിദേശത്ത് 6 മാസത്തോളം താമസിക്കാൻ തക്കവണ്ണം അവസരം ഉണ്ടാകുവാൻ ഇടയുണ്ട്. പലപ്പോഴും ഓർമ്മിച്ച് പ്രവർത്തിക്കുവാനിടയുള്ളത് കൊണ്ട് തൊഴിൽ മണ്ഡലങ്ങളിലുള്ള അബദ്ധങ്ങൾ പലതും തിരുത്തുവാനും അത് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നത് വഴി ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ തയ്യാറാകുന്നതിന് ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച മനോഭാവവും സഹിഷ്ണുതയും സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുവാനിടയുണ്ട്. ബാല്യകാല സുഹൃത്തുക്കളെ കാണുവാനും സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനുമുള്ള അവസരം പലപ്പോഴും പല വിധത്തിലുള്ള മാനസികമായിട്ടുള്ള ഒരു ഉന്മേഷത്തിന് വഴിയൊരുക്കുക മാത്രമല്ല, മുൻകാലത്തെ പല കാര്യങ്ങളും ഓർമ്മിച്ച് പ്രവർത്തിക്കുവാനും ഉപകാര സ്മരണ നിലനിർത്തക്കാത്ത വിധത്തിൽ ഗുരുകാരണവന്മാരെ ദർശിക്കുവാനും സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള വിഭാഗത്തിൽ പല വിധത്തിലുള്ള മോഹന വാഗ്ദാനങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. സർവർക്കും സ്വീകാര്യമായിട്ടുള്ള നിലപാട് അനുവർത്തിക്കുന്നത് വഴിയും അവലംബിക്കുന്നത് വഴിയും ഒരുപക്ഷെ കുടുംബാംഗങ്ങൾക്ക് ചില നീരസങ്ങളൊക്കെ വന്നു ചേരുമെങ്കിൽ പോലും കാര്യകാരണങ്ങളെല്ലാം മനസ്സിലാക്കിച്ച് ചെയ്യുന്നതിന്റെ വെളിച്ചത്തിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ കുടുംബപരമായിട്ടും വന്നു ചേരുവാൻ ഇടയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിലവസരം വന്നു ചേരും. വ്യവഹാരത്തിൽ വിജയം കൈവരിക്കുന്നത് വഴി അർഹമായിട്ടുള്ള പൂർവികമായിട്ടുള്ള സ്വത്ത് ലഭിക്കും. അധപ്പതിച്ചു കിടന്ന പ്രസ്ഥാനം പുനരുദ്ധീകരിക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാൻ സാധ്യതയുണ്ട്. അവഗണിക്കപ്പെട്ട അവസ്ഥാവിശേഷം പരിഗണിക്കപ്പെടുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് അഭിപ്രായ സമന്വയ ചർച്ചകളിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനും എല്ലാം കൃത്യമായുള്ള രീതിയിൽ അവലംബിക്കുവാനും സാധ്യതയുണ്ട്. ഭക്ഷണ ക്രമീകരണങ്ങളിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അഥവാ സാംക്രമിക രോഗങ്ങളെ അതിജീവിക്കുവാനും അതേപോലെ തന്നെ പകർച്ചവ്യാധിയെ അതിജീവിക്കുവാനുമായിട്ട് ഒരുപക്ഷെ ഭക്ഷണ ക്രമീകരണങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുക മാത്രമല്ല, വ്യായാമത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. പ്രത്യക്ഷത്തിലും പരോക്ഷമായിട്ടും ഉപദ്രവിച്ചിരുന്ന പലരും ദൂരദേശവാസത്തിന് അന്യദേശത്തേക്ക് മാറി താമസിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകുവാനും ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ 2025 യോഗം കാണുന്നുണ്ട്. നമസ്കാരം.